സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, നാദാപുരത്തിൻ്റെ പ്രിയപ്പെട്ട MLA സഖാവ് വിജയൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാദരണീയരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം കിട്ടാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നീണ്ട 2 പതിറ്റാണ്ട് കാലത്തെ UDFൻ്റെ വിശിഷ്യ മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് വാണിമേൽ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐതിഹാസികമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷമായി നമ്മളുടെ സംസ്ഥാനം ഭരിക്കുകയാണ്. ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വടകരയിലേക്ക് പോയാൽ ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ, വികസന കാര്യങ്ങൾ അതിശീഘ്രം മുന്നോട്ട് പോകുന്നത് ഏതൊരാൾക്കും അനുഭവിച്ചറിയാം. നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ കരുതിയിരുന്നോ കേരളത്തിൽ 6 വരിപ്പാത, 2 ഭാഗത്തെയും സർവീസ് റോഡുകൾ ഉൾപ്പെടെ 10 വരിപ്പാത നമ്മളുടെ സംസ്ഥാനത്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാഥാർത്ഥ്യമാകുമെന്ന്? 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടിയതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടമാണ് ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പ്. കോൺഗ്രസും ലീഗും BJPയും പറയുന്നത് ദേശീയപാത വികസനത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് എന്ത് കാര്യം, കേരള സർക്കാരിന് എന്ത് കാര്യം? അത് കേന്ദ്ര ഗവൺമെൻറ്റല്ലേ ചെയ്യുന്നത്. ഈ കേന്ദ്ര ഗവൺമെൻറ് പിണറായി സർക്കാർ വരുന്നതിന് മുൻപും നമ്മളുടെ രാജ്യത്തുണ്ടായിരുന്നില്ലേ? എന്തേ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ദേശീയപാതയുടെ വികസനത്തിന് 1 സെൻറ്റ് ഭൂമി പോലും ഏറ്റെടുത്ത് കൊടുക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞില്ല? പല ഭാഗങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങളായിരുന്നു. തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോയാൽ വയൽക്കിളികൾ, മലപ്പുറം ഭാഗത്തേക്ക് വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ, BJP മറ്റു ചില ഭാഗങ്ങളിൽ എതിർപ്പുകാരായി രംഗത്ത് വന്നു. എവിടെയൊക്കെ എതിർപ്പിൻ്റെ ശബ്ദമുയർത്തിയിരുന്നുവോ അവിടെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസും ലീഗും അതിൻ്റെ കൂടെ നിന്നു. അതേ തുടർന്ന് അവസാനം നാഷണൽ ഹൈവേക്ക് സ്ഥലമേറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായത്തോടെ ആ ഫയല് ഉമ്മൻചാണ്ടി സർക്കാർ മടക്കി വെച്ചു. തിരുവനന്തപുരത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് അവരടച്ചുപൂട്ടി. ഉദ്യോഗസ്ഥന്മാർ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി. അത്തരമൊരു സാഹചര്യത്തിലാണ് 2016 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരുന്നത്. ഗവൺമെൻറ് എന്ത് ചെയ്തു? നടക്കില്ല എന്ന് UDF പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ നാട്ടിൽ പ്രചരിപ്പിച്ച ദേശീയപാതയുടെ വികസനം സാധ്യമാക്കാൻ ഫയൽ തട്ടി എടുത്തു. പൂട്ടിയ ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചു.
അങ്ങനെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏകദേശം 3000-ലധികം ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയി. അപ്പോഴും പ്രതിഷേധങ്ങൾ ഉയർന്നു. ആ പ്രതിഷേധങ്ങൾ കണ്ട് പിന്തിരിയുകയല്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തത്. അവരോട് സംസാരിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ വിട്ടു. സ്ഥലം നഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളെയും നേരിൽ കണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു. അവർക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്ന ഭൂമി ഇത്രയാണ്, അതിന് കരഭൂമിക്ക് ഇത്ര രൂപ നിങ്ങൾക്ക് കിട്ടും, നെൽപ്പാടങ്ങളാണെങ്കിൽ ഇത്ര ഭൂമി കിട്ടും, നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ നട്ടുപിടിപ്പിച്ച വൃക്ഷങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കും, തെങ്ങിനിത്ര, കമുങ്ങിനിത്ര, ഒരു ചെറിയ വേപ്പിൻ്റെ തൈയാണ് നിങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നതെങ്കിൽ അതിനുപോലും സർക്കാർ നിങ്ങൾക്ക് നഷ്ടപരിഹാര തുക നൽകും. നിങ്ങൾ വീട് നഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതുപോലെ ഒരു വീട് അതിമനോഹരമായി ഉണ്ടാക്കാൻ എത്ര പണമാണോ ആവശ്യം അത്രയും പണം നിങ്ങൾക്ക് ലഭ്യമാക്കും. ഒരു വീടിൻ്റെ പണി ആരംഭിച്ച് പൂർത്തിയാകുന്നത് വരെ 1 വർഷം നിങ്ങൾക്കും കുടുംബത്തിനും താമസിക്കാനുള്ള വീടിൻ്റെ വാടക ഗവൺമെന്റ് അനുവദിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് പണം വന്നതിന് ശേഷം മാത്രം നിങ്ങൾ സ്ഥലം ഒഴിഞ്ഞു തന്നാൽ മതി, വീടൊഴിഞ്ഞു തന്നാൽ മതി എന്നിത്യാദി കാര്യങ്ങൾ. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭൂമി നഷ്ടപ്പെടുന്ന, കെട്ടിടങ്ങൾ നഷ്ടപ്പെടുന്ന, വീട് നഷ്ടപ്പെടുന്ന ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പണം കൊടുക്കാൻ വേണ്ടി തുടങ്ങി. എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പണം എത്തിച്ചു. അങ്ങനെയാണ് ഒരു മനുഷ്യന്റെയും കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 3000-ലധികം ഏക്കർ സ്ഥലം സംസ്ഥാന ഗവൺമെന്റ് സ്വന്തം റിസ്കിൽ ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നില്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ ഈ ദേശീയപാത കേരളത്തിൽ യാഥാർത്ഥ്യമാകുമായിരുന്നില്ല എന്നുള്ളതിൽ ആർക്കാണ് തർക്കം? പിണറായി വിജയന്റെ ചെങ്കൂറ്റത്തിന്റെ, ചങ്കുറപ്പിന്റെ, നെഞ്ചൂക്കിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഇന്ന് കാണുന്ന ദേശീയപാത. ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ എത്ര ഭംഗിയായിട്ടും എത്ര ഗംഭീരമായിട്ടുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലമേറ്റെടുപ്പിന്റെ ഘട്ടം വന്നപ്പോ കേന്ദ്ര സർക്കാർ സ്വഭാവം മാറ്റി. അവർ പറഞ്ഞു, ഇന്ത്യയിൽ ഒരിടത്തും ഞങ്ങൾക്ക് ഇത്ര കൂടുതൽ പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ ആളുകൾക്ക് വാരിക്കോരി പണം കൊടുക്കാൻ പറയുകയാണ് സ്ഥലത്തിന്. അതുകൊണ്ട് ഞങ്ങൾ സ്ഥലവിലയുടെ 75% തരൂ. 25% സ്ഥലവില നിങ്ങൾ കൊടുക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം. പിണറായി വിജയൻ ഒട്ടും കൂസാതെ ചോദിച്ചു, എത്ര രൂപ? അവര് പറഞ്ഞു 6000-ലധികം കോടി രൂപ വരും. ശരി, ഞങ്ങൾ തരാൻ തയ്യാറാണ്. ഞങ്ങളുടെ ആളുകൾക്കാണല്ലോ, മലയാളികൾക്കാണല്ലോ അതിന്റെ നേട്ടം കിട്ടുന്നത്. അവർക്ക് 100 രൂപ സ്വത്തിന് കിട്ടുന്നത് 75 രൂപയാക്കുന്നത് എന്തിന്? ഞങ്ങൾ കൊടുക്കാം 25%. അങ്ങനെ 6000 കോടി രൂപ സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഒരു സംസ്ഥാന സർക്കാരിനും കൊടുക്കേണ്ടി വരാത്ത തുക നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. കിഫ്ബി എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്നാണ് 6000 കോടി രൂപ നമ്മൾ എടുത്ത് കേന്ദ്ര സർക്കാരിന് ഡെപ്പോസിറ്റ് ചെയ്തത്. അതിനുശേഷമാണ് സെൻട്രൽ ഗവൺമെന്റ് അവരുടെ അലോട്ട്മെന്റ് അനുവദിച്ചത്. അങ്ങനെയാണ് 3000-ലധികം ഏക്കർ സ്ഥലം നമ്മൾ ഏറ്റെടുത്തത്. ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ എനിക്ക് പണം കിട്ടിയിട്ടില്ല എന്ന്? ഇത്രയധികം സ്ഥലം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അങ്ങനെ ഒരു പൊട്ടലും ചീറ്റലും എവിടെയെങ്കിലും ഉണ്ടായോ? ആരെങ്കിലും കരഞ്ഞുകൊണ്ട് ക്യാമറകൾക്ക് മുന്നിലെത്തിയോ? അവര് പരാതിപ്പെട്ടോ, പരിഭവിച്ചോ? ഞങ്ങൾക്ക് ഈ സർക്കാർ പണം തന്നിട്ടില്ല.
കുടുംബക്കാർ തമ്മിൽ വക്കാണമുള്ള കേസുള്ള സ്ഥലങ്ങളുണ്ട്. ആ കേസുള്ള സ്ഥലങ്ങൾ, അവയുടെ പണം കോടതിയിൽ ഗവൺമെന്റ് കെട്ടിവെച്ചു. എന്നാണ് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ കേസ് തീരുന്നത്, അന്ന് ഈ സംഖ്യ എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും കോടതിക്ക് അതിന്റെ പലിശ സഹിതം ബാങ്കിൽ നിന്ന് കിട്ടുന്നത് ഈ ബന്ധപ്പെട്ട കക്ഷികൾക്ക് കൊടുക്കാം. ഒരാളുടെയും സ്ഥലവിലയുടെ 1 രൂപ പോലും സംസ്ഥാന ഗവൺമെന്റ് റിലീസ് ചെയ്യാതിരുന്നില്ല. അങ്ങനെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ ഭഗീരഥായത്നത്തിന്റെ ഫലമായിട്ടാണ് നാഷണൽ ഹൈവേ നമ്മളുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായത്. UDF ആണ് ഭരിക്കുന്നതെങ്കിൽ, അവരുടെ കാലത്താണ് ഈ 3000 ഏക്കർ സ്ഥലമേറ്റെടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഈ നാട്ടിലെ അവസ്ഥ? പൈസ കിട്ടുന്ന ആൾക്ക് അവരുടെ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള അവസ്ഥ, സമാധാന അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നു. ഈ കോൺഗ്രസ്സുകാരും ലീഗുകാരും അവരുടെ മുഴുവൻ വീട്ടിൽ പോയിട്ട് പറയും, നിങ്ങളുടെ സ്ഥലത്തിന് ഇത്രയാണ് രൂപ, ഇത്രയേ തരാൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളൂ, അത് ഞാൻ ഉമ്മൻചാണ്ടിനെ കണ്ടിട്ട് അങ്ങട്ടാക്കി തരാം, അത് നമുക്ക് 10 ലക്ഷം ആക്കാം, 20 ലക്ഷം ആക്കാം, ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടിട്ട് അത് 50 ലക്ഷം ആക്കി തരാം. അത് 50 ലക്ഷം തന്നെ ആയിരിക്കും ആദ്യം തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക. അത് നേരത്തെ അറിഞ്ഞ് പൈസ കുറവാണ് അവർക്ക് കൊടുക്കാനെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ച് എത്ര കോടി രൂപ കോൺഗ്രസ്സുകാരും ലീഗുകാരും അവരുടെ പോക്കറ്റിലാക്കിയിട്ടുണ്ടാകുമായിരുന്നു. നിങ്ങൾ ചോദിച്ചു നോക്ക്, ഈ ദേശീയപാതക്ക് 3000 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്, ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന് ഒരു കട്ടൻ ചായ വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഒരു കട്ടൻ ചായ 10 പൈസ ആർക്കെങ്കിലും ചെലവായോ? മറ്റു വിധത്തിൽ കേരളത്തിൽ UDFന്റെ സർക്കാരിന്റെ സമയത്ത് സ്ഥലമേറ്റെടുപ്പ് നടന്നിരുന്നു എങ്കിൽ ഇതാകുമായിരുന്നു അവസ്ഥ. ഒരാളെയും ദ്രോഹിക്കാതെ, ഒരാളെയും പ്രയാസപ്പെടുത്താതെ, ഒരാൾക്ക് കിട്ടേണ്ട വിഹിതവും 1 രൂപ പോലും കുറക്കാതെ അവർക്ക് ലഭ്യമാക്കിയ ഈ സർക്കാരിനെ അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇകഴ്ത്താതിരിക്കാനെങ്കിലും ശ്രമിക്കണ്ടേ കോൺഗ്രസ്സുകാരും ലീഗും? നിങ്ങൾക്ക് സാധിക്കുമായിരുന്നോ? ഏത് നേതാവിന് നെഞ്ചൂക്കോടുകൂടി പറയാൻ പറ്റും ഞങ്ങൾ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു എന്ന്? 4 ആളുകളുടെ എതിർപ്പ് കാണുമ്പോൾ പേടിച്ച് പിന്നോട്ടോടുന്ന പാരമ്പര്യമല്ലേ ഇവർക്കെന്നും ഉണ്ടായിട്ടുള്ളത്? കേരളത്തിൽ ഈ 6 വരിപ്പാത ഉണ്ടാക്കാൻ പോകുന്ന പുരോഗതിയും അഭിവൃദ്ധിയും, നമ്മളുടെ ഭാവി തലമുറക്കുണ്ടാകാൻ വേണ്ടി പോകുന്ന വലിയ നേട്ടം അവരാലോചിച്ചിട്ടുണ്ടോ? അവർക്ക് കഴിയാത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയപ്പോ അസൂയപ്പെടുകയാണ്. 10 ആളുകളുള്ള നിങ്ങളുടെ പാർട്ടിയിൽ, നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്കിടയിൽ 25 അഭിപ്രായമല്ലേ ഓരോ കാര്യത്തെ സംബന്ധിച്ചും എന്നും ഉണ്ടായിട്ടുള്ളത്? ഒരു ഏകാഭിപ്രായം എന്നെങ്കിലും കോൺഗ്രസിനും ലീഗിനും ഇടയ്ക്ക് രൂപപ്പെട്ടു വന്നു എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുമോ? കോൺഗ്രസ് ഇടത്തോട്ട് നടക്കുമ്പോ ലീഗ് വലത്തോട്ട്, കോൺഗ്രസ് തെക്കോട്ട് നടക്കുമ്പോ ലീഗ് വടക്കോട്ട്. നേതാക്കന്മാർക്കിടയിൽ അഭിപ്രായം സ്വരൂപണം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, പ്രവർത്തകന്മാർക്കിടയിൽ ഐക്യമുണ്ടോ? അവർക്ക് ഇത്യാദി കാര്യങ്ങളിൽ ഐക്യപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെയാണോ? ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിൽ ഒരു എതിർസ്വരം എവിടെ നിന്നെങ്കിലും ഉയർന്നോ? പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷി അതൃപ്തി രേഖപ്പെടുത്തിയോ? ഈ ദേശീയപാത വികസനം തന്നെ ഈ 10 വർഷം കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയന് ഭരണാംഗീകാരത്തിനുള്ള അനുമതി നൽകിയതിന് സർക്കാർ നൽകിയിട്ടുള്ള സമ്മാനമാണ്. അതുകൊണ്ട് തീർന്നോ? ദേശീയപാതയുടെ വികസനം മാത്രമാണോ നമ്മളുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നത്? സമാനതയില്ലാത്ത വികസനമാണ് ദേശീയപാത വികസനം. രണ്ടാമത്തെ വികസനം മംഗലാപുരത്ത് നിന്ന് കൊച്ചി വരെ ഏതാണ്ട് 390 കിലോമീറ്റർ ഗെയിൽ വാതക പൈപ്പ് ലൈൻ സ്ഥാപിച്ചില്ലേ ഭൂമിക്കടിയിലൂടെ?
അതിനെയും എതിർത്തവരല്ലേ UDF-കാര്, RSS, BJP, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള സംഘടനകൾ. കൊടി പിടിച്ചവർ രംഗത്ത് വന്നു. അവർ പറഞ്ഞു, ഭൂമിക്കടിയിലൂടെ ഈ പൈപ്പ് ലൈൻ പോയാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ബോംബ് സ്ഫോടനത്തെക്കാൾ വലിയ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകും. ഇത് കടന്നു പോകുന്ന പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ജീവിത സുരക്ഷിതത്വം ഉണ്ടാവില്ല. ഇത് കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ ഒരു പച്ചക്കറിയും വളരില്ല, ഒരു നെൽകൃഷിയും ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് മുഴുവൻ പൂർത്തിയായില്ലേ? നിങ്ങൾ പോയി നോക്ക്. എത്രയോ പാടങ്ങളിലൂടെ, നെൽപ്പാടങ്ങളിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ, നൂറുകണക്കിന് കിലോമീറ്ററുകൾ പോയിട്ടില്ലേ? എവിടെയെങ്കിലും നെൽകൃഷി മുടങ്ങിയതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? അതിലൂടെ പാചകവാതകം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലും തൃശ്ശൂരിലും ആ പാചകവാതകത്തിന്റെ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായോ? ഒരു പടക്കമെങ്കിലും എവിടെയെങ്കിലും പൊട്ടിയോ? പച്ചക്കള്ളമായിരുന്നു ഇവർ പ്രചരിപ്പിച്ചത്, പച്ച നുണയായിരുന്നു ഇവർ പ്രവർത്തിച്ചത്, ഇവർ പ്രചരിപ്പിച്ചത്. യാതൊരു അടിസ്ഥാനവും അവരുടെ പ്രചരണങ്ങൾക്ക് ഇല്ലായിരുന്നു. കേരളത്തിന്റെ വികസനത്തിന്റെ മുഖം അത് അപ്പാടെ മാറ്റിയത് ഗെയിൽ വാതക പൈപ്പ് ലൈൻ നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചതോടുകൂടിയാണ്. അത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ, പാടത്തുകൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ, കമ്പനി അവർക്ക് അതിന് വാടക നൽകിക്കൊണ്ടിരിക്കുന്നു. യാതൊരു നഷ്ടവും ആളുകൾക്ക് ഉണ്ടായില്ല. ആ പ്രശ്നത്തിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രയാസമോ ദുഃഖമോ ബുദ്ധിമുട്ടോ രേഖപ്പെടുത്തുന്നത് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു മീഡിയയിലൂടെ കണ്ടോ? ഒരാൾ രംഗത്ത് വന്നാൽ അയാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ സമൂഹ മധ്യത്തിലെത്തിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ മത്സരിക്കുമായിരുന്നില്ലേ? ഇവിടുത്തെ ചാനലുകൾ മത്സരിക്കുമായിരുന്നില്ലേ? ഒരു ഇൻസിഡന്റ്, ഒരൊറ്റ സംഭവം ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുമോ? ഗെയിൽ വാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കാൻ പിണറായി വിജയനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ സാധിക്കുമായിരുന്നു എന്ന് കരുതുന്ന എത്ര പേരുണ്ട് UDF-ൽ, കോൺഗ്രസിൽ, ലീഗിൽ? നിങ്ങളായിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നോ? കഴിയുമായിരുന്നോ? ജമാഅത്തെ ഇസ്ലാമിക്കാരെ മുക്കത്ത് ആ സംരംഭത്തെ തടഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച ഉച്ച ദിവസം ഉച്ചക്ക് ജുമാ നമസ്കാരം വരെ റോട്ടിൽ നിന്നുകൊണ്ട് നടത്തി. അവർ നടത്തുന്ന സമരത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ കരുതിയത് ആളുകൾ നമസ്കരിക്കുന്ന സമയത്ത് പോലീസ് അതിക്രമം നടത്തും. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരത്തെ വർഗീയവൽക്കരിക്കാം. അതായിരുന്നു അവര് പ്ലാനിട്ടത്, പദ്ധതിയിട്ടത്. നടന്നില്ല. വളരെ തന്ത്രപരമായി അതിനെ അതിജീവിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഗെയിൽ വാതക പൈപ്പ് ലൈൻ വന്നത് കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ രണ്ടാമത്തെ നാഴികക്കല്ലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആരെങ്കിലും പവർ കട്ട് എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ചൂടുകാലത്തൊക്കെ ഒരു ദിവസമെങ്കിലും രാത്രി ഫാന് കറങ്ങാതെ നമ്മൾ ആരെങ്കിലും വീട്ടിൽ കിടന്നുറങ്ങിയത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പവർ കട്ട് എന്ന് പറയുന്ന വാക്ക്
കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് പവർ കട്ട് ഉണ്ടാകാതെ എങ്ങനെയാണ് വീടുകളിൽ, കടകളിൽ വൈദ്യുതി കൊടുക്കാൻ വേണ്ടി സാധിച്ചത്? കൊച്ചി മുതൽ ഇടമൺ വരെ പവർ ഹൈവേ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആകാശത്തെ ചുംബിക്കുവാൻ വെമ്പൽക്കൊള്ളുമാർ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന വലിയ കുരിശു പോലെയുള്ള പോസ്റ്റുകൾ, കാലുകൾ ഇരുമ്പിന്റെ, അതിലൂടെ എത്രയോ ലൈനുകൾ വലിച്ചു പോകുന്നത് കണ്ടിട്ടില്ലേ? സമാനമായിട്ടുള്ള ലൈൻ ഏതാണ്ട് 400 കിലോമീറ്ററാണ് കൊച്ചി മുതൽ ഇടമൺ വരെ വലിച്ചത്. ഇടമൺ കൊച്ചി പവർ ഹൈവേ 1 കിലോമീറ്ററെങ്കിലും ആ ലൈൻ വലിക്കാൻ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞിരുന്നു. പ്രതിഷേധമുയർന്നു, സ്വാഭാവികമാണ്. നമ്മളുടെ പറമ്പിന്റെ മുകളിലൂടെ, വീടിന്റെ മുകളിലൂടെ വലിയ ലൈൻ പോകുമ്പോൾ നമ്മൾ പ്രതിഷേധിക്കും. പക്ഷേ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അന്ന് സർക്കാർ എന്തേ ശ്രമിച്ചില്ല? 400 കിലോമീറ്ററാണ്. ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി, സമരസമിതിക്കാരെ. പിണറായി വിജയൻ അവരോട് പറഞ്ഞു, ഈ ലൈൻ വലിച്ചില്ലെങ്കിൽ കേരളം ഇരുട്ടിലാകാൻ വേണ്ടി പോവുകയാണ്. നമ്മളുടെ മക്കൾ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് പഠിക്കേണ്ടി വരും. കേരളത്തിലെ മുഴുവൻ വ്യവസായശാലകളും പൂട്ടേണ്ടി വരും. അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയേ പറ്റൂ, ഇത് സ്ഥാപിച്ചേ പറ്റൂ, ഇത് വലിച്ചേ കഴിയൂ. നിങ്ങൾ സഹകരിക്കണം. സഹകരിക്കുന്നില്ല എങ്കിൽ സർക്കാരിന്റെ വഴി നോക്കും. ആ ഒരൊറ്റ പ്രസ്താവന കൊണ്ടാണ് എല്ലാ എതിർപ്പുകളും അടങ്ങിയത്. 400 കിലോമീറ്റർ ഇടമൺ കൊച്ചി പവർ ഹൈവേ വലിയ ലൈൻ വലിക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കി. പിണറായി വിജയൻ അല്ലായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിൽ ഇടമൺ കൊച്ചി പവർ ഹൈവേ ഇന്നും നമുക്ക് 2 കിലോമീറ്റർ പോലും വലിക്കാനാകാതെ കിടക്കുന്ന സ്ഥിതി വരുമായിരുന്നു. 400 കിലോമീറ്ററാണ് ആ പവർ ഹൈവേ വലിച്ച് കേരളത്തിന്റെ വൈദ്യുതി ക്ഷാമത്തിന് പിണറായി വിജയൻ ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയത്. മൂന്നാമത്തെ കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേ. നാലാമത്തേത് മറ്റൊന്നുമല്ല, വിഴിഞ്ഞം പോർട്ടാണ്, വിഴിഞ്ഞം തുറമുഖം. ഉമ്മൻചാണ്ടി കല്ലിട്ടു എന്നാണല്ലോ ഇവർ പറയുന്നത്. ഇവരൊക്കത്തിനും കല്ലേ ഇടാറുള്ളൂ. ആ കല്ലിന്മേൽ കാക്ക വന്ന് കാഷ്ടിക്കുക എന്നല്ലാതെ ഏതെങ്കിലും ഒരു പദ്ധതി പൂർത്തീകരിച്ചത് അവരുടെ ചരിത്രത്തിലുണ്ടോ? വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? നാഷണൽ ഹൈവേയെ പോലെ തന്നെ സ്ഥലമേറ്റെടുപ്പായിരുന്നു. മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കണം. മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് വന്നു, സ്വാഭാവികമാണത്. മുഖ്യമന്ത്രി
ബന്ധപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി അവർക്കുറപ്പ് നൽകി ഒരാളും തെരുവിലാക്കപ്പെടുകയില്ല. പോർട്ട് വന്നാൽ പോർട്ടിലെ ജോലി, വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി സ്ഥലം ഒഴിഞ്ഞുകൊടുത്തവർക്ക് അവരുടെ വീടുകളിൽ നിന്നുള്ള ഓരോരുത്തർക്ക് ജോലി വാഗ്ദാനം ചെയ്തു, ഉറപ്പ് നൽകി. ആ ഉറപ്പ് അവിടുത്തെ നേതാക്കൾ വിശ്വസിച്ചു. വീട് പോകുന്നവർക്ക് പുതിയ വീടുകൾ, ഫ്ളാറ്റുകൾ, ഇതെല്ലാം സർക്കാർ സംവിധാനിച്ചു. അങ്ങനെ ആളുകളെ കുടിയൊഴിപ്പിച്ചു. വിഴിഞ്ഞം പോർട്ട് 10 വർഷം മുമ്പാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട അവസ്ഥയിൽ വരുന്ന 10 വർഷം 2034 ഉദ്ഘാടനം ചെയ്താൽ മതി. അതാണ് 2025 നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് UDF-കാര് പുരോഹിതന്മാരെ രംഗത്തിറക്കിക്കൊണ്ട് അത് മുടക്കാൻ വേണ്ടി നോക്കിയില്ലേ? വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സ്റ്റേഷനിൽ കയറി പോലീസുകാരെ പരിക്കേൽപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ കിടന്നിരുന്ന പോലീസ് വാഹനങ്ങൾ തീയിട്ട് കത്തിച്ചത് ഓർക്കുന്നില്ലേ ഇവിടുത്തെ ആളുകൾ? പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, പോലീസ് സ്റ്റേഷന്റെ വാഹനങ്ങൾ തീയിട്ട് കത്തിച്ചു, പോലീസ് സ്റ്റേഷനിലെ രേഖകൾ മുഴുവൻ അഗ്നിക്കിരയാക്കി നശിപ്പിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വെടിവെപ്പായിരുന്നില്ലേ എല്ലാവരും പ്രതീക്ഷിച്ചത്? നമ്മളൊക്കെ പ്രതീക്ഷിച്ചു ഒരു വെടിവെപ്പ്. ആ സമരം ആസൂത്രണം ചെയ്തവരുടെയും ലക്ഷ്യം അതായിരുന്നു, ഒരു വെടിവെപ്പ്. വെടിവെപ്പുണ്ടാകുമ്പോ 2-3 ആളുകൾ മരണപ്പെടും. അവരുടെ മൃതശരീരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള മാസകലം പ്രകടനം നടത്താം, പ്രക്ഷോഭം നടത്താൻ, സർക്കാരിനെ അട്ടിമറിക്കാം എന്ന് കരുതി UDF. അവിടെയും പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തന്ത്രം വിജയിച്ചു. പോലീസിനോട് അനങ്ങരുത് എന്ന് പറഞ്ഞു. പോലീസ് അനങ്ങിയില്ല. ആ പ്രശ്നം രമ്യതയിൽ പരിഹരിച്ചു. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടതും പോലീസുകാർക്ക് പരിക്കേറ്റതും നമ്മളുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ പ്രതിബന്ധമായി തീരുമായിരുന്ന ഘട്ടത്തിൽ തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ നടത്തി നയതന്ത്രപൂർവം അത് പരിഹരിച്ചു. അങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖം ഒരു മഹാസ്ഫോടനമായി രൂപാന്തരപ്പെടുമായിരുന്നത് അടിച്ചമർത്തിയത്, അല്ലെങ്കിൽ അതിനെ ഒരു പ്രശ്നവുമില്ലാതാക്കി മാറ്റിയത്. എന്നിട്ട് അതിന്റെ ഉദ്ഘാടന ചടങ്ങിന് പ്രധാനമന്ത്രി വന്നു. അപ്പൊ കേന്ദ്ര സർക്കാരും BJP-യും പറഞ്ഞു ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റേതാണ്. ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പണം ചെലവഴിച്ചത് ആരൊക്കെ, എത്രയൊക്കെ എന്നുള്ളത് വ്യക്തമാക്കി. 2500 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ചെലവിട്ടത്. അദാനി 2700 കോടി രൂപ ചെലവിട്ടു. കേന്ദ്ര സർക്കാർ ആകെ 750 കോടി രൂപ അതിനുവേണ്ടി തന്നു. അതും കടമായിട്ട് തിരിച്ചു കൊടുക്കണം, പലിശ സഹിതം. അങ്ങനെ പലിശ സഹിതം തിരിച്ചു കൊടുക്കാൻ വേണ്ടി തന്ന സംഖ്യ നമുക്ക് ഓശാരമായിട്ട് തന്നതാണ് എന്നുള്ള രൂപത്തിലാണ് BJP-ക്കാർ പ്രചരണം നടത്തിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സംസ്ഥാന സർക്കാർ 2500 കോടി രൂപ ചെലവിട്ടുകൊണ്ട്, സ്വന്തം ഖജനാവിൽ നിന്ന് ചെലവിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പോർട്ട് പണിതതിന് സമാനമായി മറ്റൊന്ന് നിങ്ങൾക്ക് രാജ്യത്ത് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കുമോ? വിഴിഞ്ഞം തുറമുഖവും അതിൻ്റെ ഏറ്റവും ദ്രുതഗതിയിലുള്ള ജോലിയും ഇങ്ങനെയുള്ള ഒരു സമർപ്പണവും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയില്ലായിരുന്നു എങ്കിൽ നമ്മളുടെ സംസ്ഥാനത്ത് സംഭവിക്കുമായിരുന്നോ? കഴിഞ്ഞ 10 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചതുകൊണ്ട് നമ്മളുടെ നാടിനുണ്ടായിട്ടുള്ള നേട്ടം അത് വിവരണാതീതമാണ്. നിങ്ങൾ നമ്മളുടെ നാട്ടിലെ സ്കൂളുകളിലേക്ക് പോയി നോക്കൂ. ഏതെങ്കിലും സർക്കാർ സ്കൂളുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നുണ്ടോ ഇപ്പോ? പണ്ടൊക്കെ സർക്കാർ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മളുടെ മനസ്സിൽ? പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് റൂമുകൾ, തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ,
കുട്ടികൾക്ക് മൂത്രമൊഴിക്കാനുള്ള ഒരു സൗകര്യം ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മൂക്ക് പൊത്താതെ അങ്ങോട്ട് കടക്കാൻ കഴിയുമായിരുന്നോ? ഇന്ന് എല്ലാ സർക്കാർ സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങളായി. എല്ലാ സ്കൂളുകളിലും ടോയ്ലറ്റുകൾ വന്നു. എല്ലാ സ്കൂളുകളിലും ലൈബ്രറികൾ ഉണ്ടായി. എല്ലാ സ്കൂളുകളിലും നല്ല ലബോറട്ടറികൾ സംവിധാനിക്കപ്പെട്ടു. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഉണ്ടായി എല്ലാ സർക്കാർ സ്കൂളുകളിലും. എയ്ഡഡ് സ്കൂളുകളും അതിനനുസരിച്ച് അവരുടെ ഭൗതിക സൗകര്യങ്ങൾ ഉയർത്തി. 10 കൊല്ലം കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് തിരിച്ചെത്തിയത് എത്ര കുട്ടികളാണെന്ന് അറിയുമോ? ലീഗുകാർക്ക്, കോൺഗ്രസുകാർക്ക് 10 ലക്ഷം കുട്ടികൾ. 10 കൊല്ലം കൊണ്ട് 10 ലക്ഷം കുട്ടികളെയാണ് നമ്മളുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിൽ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മൾ തിരിച്ചെത്തിച്ചത്. 10 ലക്ഷം കുട്ടികളെ. വാണിമേലിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി നോക്കൂ നിങ്ങൾ. ഞാൻ വെറുതെ പറയുന്നതാണോ? നാട്ടിലെ ഗവൺമെന്റ് LP സ്കൂളിൽ പോയി നോക്കൂ നിങ്ങൾ. UP സ്കൂളിൽ പോയി നോക്കൂ. പിണറായി വന്നതുകൊണ്ട് എന്ത് മാറ്റം എന്ന് ചോദിക്കുന്നവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുറ്റത്ത് പോയി നിന്ന് നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ. ഈ മാറ്റങ്ങളൊന്നും പിണറായി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളതല്ല എന്ന്. ലീഗ് ഭരിച്ചില്ലേ ഒരുപാട് കാലം കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ്. എന്നിട്ടിവിടെ പൊതുവിദ്യാലയങ്ങളിൽ എത്ര കെട്ടിടങ്ങൾ ഉണ്ടായി? കുട്ടികളുടെ എണ്ണക്കുറവ് മൂലം പൂട്ടുകയായിരുന്നില്ലേ വിദ്യാലയങ്ങൾ? പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, LDF അധികാരം ഏറ്റെടുത്തതിന് ശേഷം കുട്ടികൾ കുറഞ്ഞതുകൊണ്ട് കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പൊതുവിദ്യാലയം അടക്കേണ്ടി വന്നിട്ടുണ്ടോ? 10 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിൽ എത്തിയത്. ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ പൊതുവിദ്യാലയങ്ങളിൽ, ഗവൺമെന്റ് സ്കൂളുകളിൽ ആരംഭിച്ചത് എന്നു മുതൽക്കാണ്? ചോദിക്കണം ലീഗുകാരോടും കോൺഗ്രസുകാരോടും. നിങ്ങൾ ഭരിച്ചല്ലോ എത്രയോ കാലം. ഇവിടെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആരംഭിച്ചു, ബാച്ചുകൾ തുടങ്ങി. ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് കഴിഞ്ഞ 8 കൊല്ലത്തിന് മുൻപ് നമ്മളുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു എന്ന് പറയട്ടെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും അധ്യാപകന്മാർ. നിങ്ങളുടെ നാട്ടിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടുത്തെ ഹൈസ്കൂൾ സെക്ഷനിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഇല്ലേ എന്നൊന്ന് പോയി നോക്ക്. ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഉണ്ടവിടെ. കാരണം കുട്ടികൾ വർദ്ധിച്ചു. കുട്ടികൾ വർദ്ധിച്ചപ്പോ ചില രക്ഷിതാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ താല്പര്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പണമില്ല സ്വകാര്യ വിദ്യാലയങ്ങളിൽ ചേർക്കാൻ. അപ്പൊ പറഞ്ഞു, 1-ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ 1 ഡിവിഷൻ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആക്കിക്കോളൂ. ആ ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. അതോടുകൂടിയല്ലേ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ വന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഉണ്ടോ? നമ്മളൊക്കെ മലയാളം മീഡിയത്തിലല്ലേ പഠിച്ചത്. പക്ഷേ പുതിയ കുട്ടികൾക്ക്, നമ്മളുടെ മക്കളുടെ മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം ബാച്ചിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഭീമമായിട്ടുള്ള പണം കൊടുത്ത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ചേർക്കണമായിരുന്നു. ഇന്ന് പക്ഷേ സർക്കാർ സ്കൂളിൽ ചേർത്താൽ മതി. ഈ മാറ്റം കേരളത്തിലെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ലേ? പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷം 50,000 രൂപയാണ് സർക്കാർ നീക്കിവെക്കുന്നത് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത്? മുസ്ലിം കുട്ടികൾ മുസ്ലിങ്ങൾ നടത്തുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോയി ചേരുന്നു. ഹിന്ദു കുട്ടികൾ RSSകാരും BJPക്കാരും നടത്തുന്ന ഭാരതീയ വിദ്യാലയങ്ങൾ എന്നുള്ള പേരിൽ അവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഹിന്ദുക്കൾ കുട്ടികളെ ചേർക്കുന്നു. ഓരോ മതസമുദായക്കാരും അവരവരുടെ സ്ഥാപനങ്ങളിലേക്ക് അവരവരുടെ സമുദായങ്ങളിലെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ വളരുന്ന കുട്ടികൾ സ്വാഭാവികമായും മതനിരപേക്ഷതാബോധം ഇല്ലാത്തവരാകും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കം? നമ്മൾക്ക് മറ്റുള്ള മതസമുദായങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കൾ, ചങ്ങാതിമാർ ഉണ്ടാകുന്ന കാലം എന്ന് പറയുന്നത് നമ്മളുടെ സ്കൂൾ പഠന കാലയളവാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈന്ദവ സഹോദരന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടായത് എൻ്റെ സ്കൂൾ പഠനകാലത്താണ്.
LP സ്കൂളിൽ, UP സ്കൂളിൽ, ഹൈസ്കൂളിൽ നമ്മളുടെ മക്കൾ ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് അവർ ജീവിതത്തിൽ ആദ്യമായി മറ്റു മതസമുദായങ്ങളിലുള്ള കുട്ടികളുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നത്, സൗഹൃദമുണ്ടാക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായി അവർ ഒരുമിച്ച് കാണുന്നത് അവരെ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്ന സന്ദർഭത്തിലാണ്. അവിടെ അവർ ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് കളിക്കുകയും ഒരുമിച്ച് വളരുകയും ചെയ്യുമ്പോഴാണ് മതനിരപേക്ഷത ഒരു രാജ്യത്ത് തളിരിടുക. പല സ്ഥലങ്ങളിലും ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങൾ തമ്മിൽ അകന്നതിന്റെ കാരണം ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ വിദ്യാലയങ്ങളിലേക്കും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ വിദ്യാലയങ്ങളിലേക്കും അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് അവരുടെ കുട്ടികളെ പറഞ്ഞയച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഇത് തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. കോടിക്കണക്കിന് രൂപ നഷ്ടം സർക്കാരിന് സംഭവിച്ചാലും ഇങ്ങനെ വിവിധ മതജനവിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികളെ വ്യത്യസ്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിൽ വളരാൻ വേണ്ടി സമ്മതിച്ചുകൂടാ. അങ്ങനെ സമ്മതിച്ചാൽ അത് രാജ്യത്ത് വിവിധ മതസമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ചക്ക് വഴിവെക്കും. അതുകൊണ്ടാണല്ലോ പൊതുവിദ്യാഭ്യാസ യജ്ഞം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് ഒരു പള്ളിയിൽ വെച്ച് ഖുത്ബ പ്രസംഗം നടത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ യജ്ഞം മതസംഘടനകളെ ദുർബലപ്പെടുത്താനാണ്. മതസംഘടനകൾ നടത്തുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളെ പറിച്ചു നടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വിശ്വാസത്തെ തകർക്കാനാണ് എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഞങ്ങൾ ചോദിച്ചിരുന്നു, എന്തിനാണ് ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളെ ഗവൺമെന്റ് സ്കൂളുകളിലേക്കും എയ്ഡഡ് സ്കൂളുകളിലേക്കും കൊണ്ടുവരുന്നത്? അങ്ങനെ കൊണ്ടുവന്നാൽ നൂറുകണക്കിന് അധ്യാപകന്മാരുടെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരില്ലേ? അത് കോടാനുകോടി രൂപയുടെ നഷ്ടമല്ലേ നമ്മളുടെ നാടിന്, നമ്മളുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിന് ഉണ്ടാക്കുന്നത്? അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു ഉത്തരമുണ്ട്. നമുക്ക് ചെലവാകുമെന്ന് നമ്മൾ പേടിക്കുന്ന ഭയപ്പെടുന്ന കോടിക്കണക്കിന് രൂപ ഒരു തട്ടിലും അങ്ങനെ ഒരുമിച്ച് വളർന്നാൽ നാട്ടിലുണ്ടാകുന്ന സൗഹൃദത്തിന്റെ ഒരു വില നിശ്ചയിച്ച് അത് നമ്മൾ മറുതട്ടിലുമായി തൂക്കി നോക്കിയാൽ ഏതിനായിരിക്കും ഭാരം കൂടുതൽ? മുഖ്യമന്ത്രിയുടെ ആ ഒരു നിലപാട് മതിയായിരുന്നു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം പരിപോഷിപ്പിക്കപ്പെടാൻ. അങ്ങനെ ചിന്തിക്കാൻ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായി എന്നുള്ളതാണ്, ഒരു സർക്കാർ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കൂളിൽ 8-ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി 8-ാം ക്ലാസ്സിലേക്കുള്ള അപേക്ഷാ ഫോം കൊടുക്കുന്നതിന്റെ തലേ ദിവസം രാത്രി ആ ഗവൺമെന്റ് വിദ്യാലയത്തിന്റെ മുന്നിൽ പോയി രക്ഷിതാക്കൾ ക്യൂ നിൽക്കുന്നത് നമുക്കാർക്കെങ്കിലും സ്വപ്നത്തിൽ വിചാരിക്കാൻ വേണ്ടി കഴിയുമോ? അങ്ങനെ ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? നടന്നിട്ടുണ്ട്. നടക്കാവിലെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8-ാം ക്ലാസ്സിൽ തന്റെ കുട്ടിയെ ചേർക്കാൻ 8-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത് നാളെയാണെങ്കിൽ ഇന്ന് രാത്രി ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയായിരുന്നു, രക്ഷിതാക്കൾ. എന്തിന്? അപേക്ഷ ആദ്യം വാങ്ങിയാൽ എന്റെ കുട്ടിക്ക് പ്രവേശനം. അവര് മറ്റൊരു വ്യവസ്ഥ കൂടി വെച്ചു. 7-ാം ക്ലാസ് വരെ പൊതുവിദ്യാലയത്തിൽ പഠിച്ച കുട്ടികൾക്ക് ഞങ്ങൾ 8-ാം ക്ലാസ്സിൽ ഇവിടെ അഡ്മിഷൻ നൽകൂ. അതോടുകൂടി കോഴിക്കോട് ടൗണിലെയും പരിസരത്തെയും മുഴുവൻ സർക്കാർ UP സ്കൂളുകളും LP സ്കൂളുകളും കുട്ടികളെ കൊണ്ട് നിറഞ്ഞു. കാരണം അവരുടെ ലക്ഷ്യം നടക്കാവ് മോഡൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തങ്ങളുടെ കുട്ടികളെ ചേർക്കുക എന്നുള്ളതായിരുന്നു. അത്രമാത്രം വലിയ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയില്ലേ? കഴിഞ്ഞ അധ്യയന വർഷം +2 സീറ്റ് കിട്ടാത്ത ഏതെങ്കിലും ഒരു കുട്ടി ഈ മലബാറിൽ, മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടോ? എല്ലാ സമയത്തും അധ്യയന വർഷം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് MSFന്റെ സമരം, ലീഗിന്റെ സമരം, യൂത്ത് ലീഗിന്റെ സമരം. കഴിഞ്ഞ അധ്യയന വർഷം എന്തേ അങ്ങനെ ഒരു സമരം ഉണ്ടാവാതിരുന്നു? കേരളത്തിലെ മലപ്പുറത്തെയും മലബാറിലെയും +2 സീറ്റിന്റെ പ്രശ്നം ശാശ്വതമായി പരിഹരിച്ചു. 2015 എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ മന്ത്രി അബ്ദുറബ്ബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി പിരിയുന്ന വർഷത്തിൽ
മലപ്പുറം ജില്ലയിൽ 32,000 കുട്ടികളാണ് 10ാം ക്ലാസ് പാസ്സായിട്ട് +1 സീറ്റ് കിട്ടാതെ ഉഴന്ന് നടന്നിരുന്നത്. എന്നാൽ പിണറായി വിജയൻ ഭരിച്ച് 10ാമത്തെ വർഷം പൂർത്തിയാകുന്ന കഴിഞ്ഞ വർഷം 10ാമത്തെ വർഷത്തിന്റെ ആരംഭത്തിൽ ഒരു കുട്ടിയും അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 സീറ്റ് കിട്ടാത്തതായിട്ടില്ല. നിങ്ങൾ അവിടെ ചെന്ന് ഗവൺമെന്റ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ പോയി നോക്കൂ, +1 സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. നിങ്ങളുടെ ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ നാളെ നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്ക്, ഇവിടെ +1 ഏതെങ്കിലും ബാച്ചിൽ സീറ്റ് ഒഴിവുണ്ടോ? 1-2 സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാകും അവിടെ. ഈ ക്രസന്റ് സ്കൂളിൽ പോയിട്ട് ചോദിച്ചു നോക്കൂ, എയ്ഡഡ് സ്കൂളല്ലേ അത്, ലീഗിന്റെ മാനേജ്മെന്റിൽ, അവിടെ പോയിട്ട് ചോദിക്കുക, അവിടെ കുട്ടികൾ ഒഴിഞ്ഞു കിടക്കുന്നില്ലേ സീറ്റുകൾ എന്ന്. എല്ലാ സ്കൂളുകളിലും +2 ബാച്ചുകൾ കൊടുത്തു, പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളിൽ. എയ്ഡഡ് സ്കൂളുകൾക്ക് അധികം കൊടുത്തിട്ടില്ല, കാരണം അത് അവർ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നാട്ടിലെ മുഴുവൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പുതിയ +2 ബാച്ചുകൾ കൊടുത്തു, പുതിയ +2 ഗ്രൂപ്പുകൾ കൊടുത്തു. അങ്ങനെ മലബാറിന്റെ വിദ്യാഭ്യാസ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഈ സർക്കാർ കണ്ടു. മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ്, സംസ്ഥാന നേതാവ് എന്താ പറഞ്ഞത്? കഴിഞ്ഞ 9.5 കൊല്ലം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ അടുത്ത പ്രാവശ്യം നിയമസഭ പിടിക്കണം, സർക്കാർ ഉണ്ടാക്കാൻ UDF-ന് കഴിയണം എന്ന്. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ലേ ലീഗ് പറയേണ്ടത്? മുസ്ലിം സമുദായത്തിന് എന്ത് നഷ്ടമാണ് കഴിഞ്ഞ 10 കൊല്ലം ഉണ്ടായത്? വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നഷ്ടം പറ നിങ്ങൾ. എന്ത് നഷ്ടമാണ് മുസ്ലിം സമുദായത്തിനുണ്ടായത്? ലീഗിലെ 4 പ്രമാണിമാർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്നുള്ളതല്ലാതെ എന്താണോ മുസ്ലിം സമുദായത്തിന് ഉണ്ടായി എന്ന് നിങ്ങൾ പറയുന്ന നഷ്ടം? ഞാൻ വെല്ലുവിളിക്കുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ. 62 ലക്ഷത്തിലധികം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തു. ആ ക്ഷേമ പെൻഷൻ കിട്ടുന്നവരിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളില്ലേ? അവർക്ക് നിഷേധിച്ചോ? അത് അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞോ സർക്കാർ? ഇപ്പോഴിതാ സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്കുള്ള പെൻഷൻ 1000 രൂപ മാസം ഈ നവംബർ മാസം മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. 31.5 ലക്ഷം വീട്ടമ്മമാർക്കാണ് അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ നേട്ടം കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിലെവിടെയെങ്കിലും വ്യവസ്ഥയുണ്ടോ മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ല എന്ന്? ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സർക്കാർ വിദ്യാലയങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അണിഞ്ഞൊരുങ്ങിയത്, എത്ര സുന്ദരമായിട്ടാണ് എയ്ഡഡ് സ്കൂളുകൾ ആ വികസന പ്രവർത്തനത്തോടൊപ്പം തങ്ങളുടെ വിദ്യാലയങ്ങളും നന്നാക്കിയത്. എല്ലാ മതവിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികൾക്കും അഭിവൃദ്ധിപ്പെട്ട സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടിയില്ലേ? ആരെങ്കിലും മാറ്റി നിർത്തിയോ? 62 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തി വീടുകളിൽ എത്തിച്ചു കൊടുത്തപ്പോ അതിന്റെ ആനുകൂല്യം മുസ്ലിങ്ങൾക്ക് കിട്ടിയില്ലേ? ക്രൈസ്തവർക്ക് കിട്ടിയില്ലേ? ഹിന്ദുക്കൾക്ക് കിട്ടിയില്ലേ? ഏത് മതവിഭാഗക്കാർക്ക്, ഏത് ജാതി വിഭാഗക്കാർക്കാണ് അത് കിട്ടാത്തത്? 62 ലക്ഷം മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റേത് സംസ്ഥാനത്തുണ്ട് അങ്ങനെ ഒരു സംഭവം? 2000 രൂപ വെച്ചാണ് കിട്ടുന്നത്. ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്നവരിൽ മഹാഭൂരിഭാഗവും വൃദ്ധജനങ്ങളാണ്, പ്രായമായിട്ടുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള കരുത്താണ് ഈ 2000 രൂപ. 60 വയസ്സ് വരെ എല്ലുമുറിയെ പണിയെടുത്തു, ഗൾഫിലും നാട്ടിലുമൊക്കെയായിട്ട് അവസാനം ഒരുപാട് രോഗങ്ങളുടെ കാരിയറായി പ്രായം സമ്മാനിച്ച രോഗങ്ങൾക്കടിപ്പെട്ട് വീടിന്റെ മൂലയിൽ കഫം തുപ്പി കഴിയുന്ന മനുഷ്യന്റെ കൈകളിലേക്കാണ് പിണറായിയുടെ ഗവൺമെന്റ് 2000 രൂപ കൊണ്ടുചെന്ന് കൊടുക്കുന്നത്. UDF ഭരിച്ചിരുന്നു. അന്ന് 34 ലക്ഷം ആളുകൾക്കായിരുന്നു പെൻഷൻ. അതും 600 രൂപ. 600 രൂപയാണ് പെൻഷനായിട്ട് അന്ന് കൊടുത്തിരുന്നത്. വെറും 600 രൂപ.
അത് തന്നെ 500 രൂപ VS സർക്കാരിന്റെ കാലത്ത് കൊടുത്തിരുന്നു. 100 രൂപയാണ് കൂട്ടിയത്. 100 രൂപ. 600 രൂപ 18 മാസം കൊടുക്കാതെ പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിച്ച് ഇറങ്ങിപ്പോയ സർക്കാരായിരുന്നു UDFന്റേത്, ഉമ്മൻചാണ്ടിയുടേത്. ആ പൈസ മുഴുവൻ നമ്മൾ കൊടുത്തു തീർത്തു 2016 അധികാരത്തിൽ വന്ന 1ാം പിണറായി സർക്കാർ. എന്നിട്ട് എന്ത് ചെയ്തു? 600 1000 രൂപയാക്കി, 1000 1400 ആക്കി, 1400 1600 ആക്കി, 1600 2000 രൂപയാക്കി. 2000 രൂപ വെച്ച് ഒരു വീട്ടിൽ നമ്മളുടെ അച്ഛനമ്മമാർക്ക്, നമ്മളുടെ മുത്തശ്ശന്മാർക്ക്, മുത്തശ്ശിമാർക്ക്, വല്യാപ്പാർക്ക്, വല്യന്മാർക്ക് കിട്ടുന്നു എങ്കിൽ അതിലും വലിയ നേട്ടം മറ്റെന്തുണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള ആത്മവിശ്വാസമാണ് അതിലൂടെ കൈവന്നിരിക്കുന്നത്. അങ്ങാടിയിൽ പോയിട്ട് ഒരു ചായ കുടിക്കണമെങ്കിൽ ഒരു വരുമാനവുമില്ലാത്ത ഈ വയോജനങ്ങൾ എന്ത് ചെയ്യും? മക്കളുടെ മുന്നിൽ കൈനീട്ടുകയല്ലേ അവർ ചെയ്യുന്നത്? മക്കൾ ദുബായിലൊക്കെ ആയിരിക്കും, അതൊക്കെ ശരി, അവർ കൊടുക്കും ചെയ്യും. ഞാനത് കൊടുക്കില്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളുടെ വാപ്പാര്, നമ്മളുടെ അച്ഛന്മാര്, അവര് നമുക്ക് വേണ്ടി ചെലവാക്കിയിട്ടല്ലേ ശീലമുള്ളൂ, കൊടുത്തിട്ടല്ലേ അവർക്ക് ശീലമുള്ളൂ, വാങ്ങിയിട്ടവർക്ക് ശീലമില്ലല്ലോ. ആ നിസ്സഹായരായിട്ടുള്ള മനുഷ്യരെ മക്കളുടെ മുമ്പിലാണെങ്കിൽ പോലും കൈനീട്ടുന്നതിൽ നിന്ന് തടഞ്ഞ സർക്കാരിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. ഇനിയും അത് വർദ്ധിപ്പിക്കും, സംശയം വേണ്ട. ഇപ്പോ പെൻഷൻകാർക്ക് പണം കിട്ടുന്നത് പോലെയല്ലേ നമ്മളുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടുന്നത്? ഒരു കുടിശ്ശികയെങ്കിലുമുള്ള, ഒരു മാസത്തെ കുടിശ്ശിക. ഈ 10 കൊല്ലം സർക്കാർ ഭരിച്ചിട്ട് 5 കൊല്ലം ഭരിച്ചപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 600 രൂപ കൊടുക്കാനുള്ളത് 18 മാസം കുടിശ്ശികയാക്കിയത്. എടോ, 10 കൊല്ലം തികയാറായി, 3 മാസവും കൂടി കഴിഞ്ഞാൽ. ഈ കാലയളവിൽ ഇനി ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവർക്ക് ഒരു തവണത്തെ, ഒരു മാസത്തെ പൈസയെങ്കിലും കിട്ടാനുണ്ടോ? എല്ലാം കൊടുത്തു തീർത്തില്ലേ? ഇത് ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്താണ് കൊടുക്കുന്നത്? ആ 62 ലക്ഷത്തിലധികം വരുന്നവർക്ക് കൊടുക്കുന്ന പെൻഷന് പുറമെ ഇപ്പോഴിതാ വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഗവൺമെന്റ്. 35 വയസ്സ് കഴിഞ്ഞ 60 വയസ്സ് തികയാത്ത മുഴുവൻ വീട്ടമ്മമാർക്കും ഈ നവംബർ മാസം മുതൽ 1000 രൂപ ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എണ്ണമെടുത്തപ്പോ 31.5 ലക്ഷം സ്ത്രീകളുണ്ട്. അവർക്കാണ് ഈ 1000 രൂപ വെച്ച് കൊടുക്കുന്നത്. മഞ്ഞ കാർഡും പിങ്ക് കാർഡുമുള്ള എല്ലാ വീടുകളിലെയും കാർഡിൽ പേര് രേഖപ്പെടുത്തിയ 35 വയസ്സ് കഴിഞ്ഞ 60 വയസ്സ് തികയാത്ത മുഴുവൻ സ്ത്രീകൾക്കും, അത് മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മേൽജാതിക്കാരാണോ, കീഴ്ജാതിക്കാരാണോ എന്നൊന്നും നോക്കാതെ കൊടുക്കാൻ വേണ്ടി പോകുന്നു. അടുത്ത മാസം മുതൽ അത് കിട്ടിത്തുടങ്ങും. നമ്മളുടെ നാട്ടിൽ കാണാ പണിയെടുക്കുന്നവരാണ് നമ്മളുടെ സ്ത്രീ സഹോദരിമാർ. വീട്ടിലേറ്റവും അവസാനം കിടന്നുറങ്ങുന്നത് നമ്മളുടെ ഉമ്മമാരാണ്, നമ്മളുടെ സഹോദരിമാരാണ്. ഏറ്റവും ആദ്യം വീട്ടിൽ എഴുന്നേൽക്കുന്നതും അവരാണ്. അവരില്ലെങ്കിൽ വീടില്ല. പക്ഷെ അവരുടെ അധ്വാനത്തിന് എന്നും അത്ര വില ആരും കൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാർ ഒരു വീട്ടമ്മക്ക് അവർ വീട്ടിലെടുക്കുന്ന തൊഴിലിന് അതിനെ ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് 1000 രൂപ ഇപ്പോൾ മാസം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതും ഈ ക്ഷേമ പെൻഷൻ വർദ്ധിക്കുന്നത് പോലെ വർദ്ധിക്കും ഭാവിയിൽ. 31.5 ലക്ഷം സ്ത്രീകൾക്കാണ് അത് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. 5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക്, ITIക്ക് പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾ, പോളിടെക്നിക്കുകളിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾ, അവർക്ക് മാസം 1000 രൂപ സ്കോളർഷിപ്പ് എന്നുള്ള രൂപത്തിൽ പോക്കറ്റ് മണി കൊടുക്കാനും ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് പഠിക്കുന്ന 5 ലക്ഷം കുട്ടികൾക്ക്, അതിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്,
താഴ്ന്ന ജാതിക്കാരനുണ്ട്, മേൽജാതിക്കാരനുണ്ട്, എല്ലാവരുമുണ്ട്. പാവപ്പെട്ടവനാണോ എന്ന പരിഗണന മാത്രമാണ് സർക്കാരിന്റെ മുമ്പിൽ. അങ്ങനെ വരുമ്പോൾ ഏകദേശം 1 കോടി മനുഷ്യർക്കാണ് വിവിധ തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഗവൺമെന്റ് നൽകുന്നത്. ആകെ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം എത്രയാണ്? 2,84,00,000. 2,84,00,000 ആളുകളുള്ള അല്ലെങ്കിൽ വോട്ടർമാരുള്ള ഒരു നാട്ടിൽ 1 കോടി മനുഷ്യർക്ക് സർക്കാരിന്റെ നേരിട്ടുള്ള സാമ്പത്തിക സഹായം ലഭ്യമാകുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നേട്ടം മറ്റെന്തു വേണമടോ? വികസന പ്രവർത്തനങ്ങൾ നടത്താതെയല്ല ഇതൊന്നും നൽകുന്നത്. ദേശീയപാതക്ക് സ്ഥലമേറ്റെടുക്കാൻ 6,000 കോടി രൂപ നൽകിയ സർക്കാരാണിത്. നമ്മളുടെ നാട്ടിലെ എല്ലാ PWD റോഡുകളും റബ്ബറൈസ് ചെയ്യുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ പോലും സംസ്ഥാന സർക്കാർ പണം ചെലവാക്കുന്നു. ഇങ്ങനെയെല്ലാം വികസന പദ്ധതികൾ നടത്തിയിട്ടും അതിന് പുറമെയാണ് ഈ ക്ഷേമ പദ്ധതികൾ നമ്മളുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണ്, അതിന്റെ ഒരു സെമി ഫൈനലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു നേരത്തെ പറയപ്പെട്ടിരുന്നത്. ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പറ്റ ഒലിച്ചു പോയോ? UDF-കാർ ഇപ്പൊ പറയുന്നത് അതാണല്ലോ. എടോ, ഇങ്ങനെയൊക്കെ എല്ലാ മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടി നിങ്ങൾ പണത്തിന്റെ കുത്തൊഴുക്ക് നടത്തിയിട്ട് 64 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം തന്നെയാണോ ഇപ്പോഴും ലീഡ്? അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ന് മുകളിലാകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടങ്ങളിലൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഞങ്ങൾ വരും. ലീഗുകാരൊക്കെ മന്ത്രിമാരെ നിശ്ചയിച്ചു, മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിച്ചു, വാണിമേൽ നിന്നൊക്കെ മന്ത്രിമാരുടെ സ്റ്റാഫിലേക്ക് പോകാനുള്ള ആളുകളെ നിശ്ചയിച്ചു. അതൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ലീഗ് ഓഫീസിൽ. ഞങ്ങൾ അവിടെ ഒക്കെ അത് നടക്കുന്നുണ്ട്. ഇന്നാള് മന്ത്രി, ഇന്നാള് PWD മന്ത്രി, ഇന്നാള് മറ്റേ മന്ത്രി, ഇന്നാള് ഇറ്റേ മന്ത്രി. ഓലെ സ്റ്റാഫിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ വാണിമേലിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിപ്പോ അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കൊക്കെയാണ് മന്ത്രിമാരെ സ്റ്റാഫ് പോകേണ്ടതൊക്കെ നിങ്ങൾ നിശ്ചയിച്ചോളൂ. ആ ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് നാളെ കുപ്പത്തൊട്ടിയിലേക്ക് ഇടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. 8 ജില്ലാ പഞ്ചായത്തുകൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ തോൽവിയാണ് തദ്ദേശ സ്ഥാപനത്തിൽ 2010 ഇടതുപക്ഷം തോറ്റത്. ആകെ 320 പഞ്ചായത്തുകളിൽ മാത്രമാണ് അന്ന് ലീഡുണ്ടായിരുന്നത്. ഇന്ന് 382 പഞ്ചായത്തുകൾ LDF ഭരിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ജയിക്കുന്ന അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ നാദാപുരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയും നോക്കുമ്പോൾ ആർക്കാണ് ലീഡ്? UDF-നാണ് ലീഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആളുകളുടെ വോട്ടിംഗ് പാറ്റേൺ മാറും. നാദാപുരം, അതുപോലെ തന്നെ കുറ്റിയാടി, കൊയിലാണ്ടി, പേരാമ്പ്ര, ഈ നിയോജക മണ്ഡലങ്ങളിൽ UDF ഒരു കാലത്തും ജയിക്കാൻ വേണ്ടി പോകുന്നില്ല, ഒരു ഘട്ടത്തിലും ജയിക്കാൻ വേണ്ടി പോകുന്നില്ല. കോഴിക്കോട് 2-ഉം തിരുവമ്പാടിയും ഉൾപ്പെടെ കുന്നമംഗലം അടക്കം ഇങ്ങനെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ ഇവരാരും നിൽക്കുന്നില്ലല്ലോ. അതാണ് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം. ഞങ്ങൾ നോക്കട്ടെ, ഇപ്പൊ കുന്നമംഗലത്ത് നിങ്ങൾക്കാണ് ലീഡ്. ധൈര്യമുണ്ടെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെ കുന്നമംഗലത്ത് മത്സരിപ്പിക്ക്. കുന്നമംഗലം ലീഗിന്റെ മണ്ഡലല്ലേ. അവിടെ നിന്ന രക്ഷയില്ല എന്ന് കണ്ടിട്ടാണ് മലപ്പുറത്തേക്ക് മണ്ടിയത്, താന്നൂർക്ക് തിരിച്ചു പിടിക്കാൻ. നമ്മൾ അബ്ദുറഹ്മാന് അവിടുന്ന് ആട്ടിവിട്ടു. ഇഞ്ഞൊന്ന കുന്നമംഗലത്ത് മത്സരിക്കട്ടെ ഉശിരുള്ളവരാണെങ്കിൽ. എന്തിനാ മലപ്പുറത്തേക്ക് മണ്ടണ്? അവനാന്റെ മണ്ഡലത്തിൽ, ലീഗിന്റെ മണ്ഡലം, ലീഗ് മത്സരിക്കണ മണ്ഡലം, ആ മണ്ഡലത്തിൽ മത്സരിക്കാതെ സ്വന്തം നാട്ടിൽ ചെലവാകാത്ത ചരക്കാണ് നമ്മൾ കയറ്റി അയക്കുക.
നാദാപുരത്ത് നിൽക്കട്ടെ, അതുപോലെ തന്നെ കൊയിലാണ്ടിയിലും പേരാമ്പ്രയിലും ഒക്കെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗ് നാട്ടിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത പ്രചരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു, ആളുകളെ തമ്മിൽ അകറ്റാൻ വേണ്ടി നോക്കുന്നു. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തിക്കോട്ടെ, അതിലാർക്ക് പരാതി. എന്നാൽ തീർത്തും വർഗീയമായിട്ടുള്ള പ്രചരണം നടത്തുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ആർക്കതിന്റെ നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്? മുസ്ലിങ്ങൾ മുഴുവൻ, എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കാണണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വേദിയിൽ വരണ്ടേ? ഇതുപോലെ ഒരു സമ്മേളനം നടക്കുകയാണെങ്കിലല്ലേ എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റൂ. തട്ടമിട്ടവരെ, കുറി തൊട്ടവരെ, തട്ടമിടാത്തവരെ, മുസ്ലിങ്ങളെ, ഹിന്ദുക്കളെ, എല്ലാ വിഭാഗം ആളുകളെയും നമുക്ക് ഒരുമിച്ചൊരു നാട്ടിൽ കാണാൻ ഇടതുപക്ഷത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ പങ്കെടുക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. ലീഗിന്റെ യോഗത്തിൽ പങ്കെടുത്താൽ മുസ്ലിങ്ങൾ മാത്രം, BJPയുടെ യോഗത്തിൽ പങ്കെടുത്താൽ ഹിന്ദുക്കൾ മാത്രം. ഇങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങൾ സമ്മേളനങ്ങൾ നടത്തുകയും കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്താൽ ഈ നാടിന്റെ പരിച്ഛേദത്തിന് ഒരുമിച്ചുകൂടാൻ ഒരു പന്തൽ വേണ്ടേ? ഒരു കുടക്കീഴുണ്ടാവണ്ടേ? ആ പന്തലും കുടക്കീഴുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പന്തലും ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുടെ കുടക്കീഴും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന വേദി. മുസ്ലിങ്ങൾക്ക് പറ്റുമോ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് സ്വയം പരിഹരിക്കാൻ? ഹിന്ദുക്കൾക്ക് പറ്റുമോ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ ഹിന്ദുക്കൾ മാത്രം സംഘടിച്ചുകൊണ്ട് പരിഹരിക്കാൻ? ക്രിസ്ത്യാനികൾക്ക് കഴിയുമോ അവരുടെ പ്രശ്നങ്ങൾ അവർ സ്വന്തം അണിനിരന്നുകൊണ്ട് പരിഹരിക്കാൻ? നിങ്ങൾ നമ്മളുടെ പാർലമെന്റിലെ MP-മാരുടെ പെർഫോമൻസ് നോക്കൂ. ആരാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി, ക്രൈസ്തവർക്ക് വേണ്ടി അതിശക്തമായി ശബ്ദിക്കുന്നത്? കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയ ഇടതുപക്ഷ പ്രതിനിധി, CPIM-ന്റെ പ്രതിനിധി ജോൺ ബ്രിട്ടാസിന്റെ ഒരു പ്രസംഗത്തിന്, അതിനോട് കിടപിടിക്കുന്ന ഒരു പ്രസംഗം ലീഗിന്റെ 3 MP-മാര് ഇന്നോളം നടത്തിയ പ്രസംഗം മുഴുവൻ വെച്ച് നോക്കിയാലും ആകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എത്ര ഭംഗിയായിട്ടാണ് ജോൺ ബ്രിട്ടാസ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് പാർലമെന്റിൽ. അദ്ദേഹമല്ലേ കർണാടകയിലെ നിക്കാബിന്റെ പ്രശ്നം രാജ്യത്തിന്റെ പാർലമെന്റിൽ കൊണ്ടുവന്നത്? ബഷീർ സാഹിബോ, സമദാനി സാഹിബോ, വഹാബ് സാഹിബോ, മീരാനോ മിണ്ടിയോ ഒരക്ഷരം? എന്തെങ്കിലും പറഞ്ഞോ? അവരുടെ പ്രസംഗങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവർ എന്തൊക്കെയാണ് രാജ്യത്തിന്റെ പാർലമെന്റിൽ, രാജ്യസഭയിലൊക്കെ പറയുന്നത് എന്ന്. ED-യെ പേടിച്ചൊന്നും പറയുന്നില്ല അവർ. ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ, അതുപോലെ തന്നെ മറ്റു പാർട്ടികളുടെ നേതാക്കന്മാർ, ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ്, അവരൊക്കെയാണ് പറയുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പിന്നെ ഇതൊന്നും വലിയ പ്രശ്നമല്ല. രാജ്യത്തുള്ള സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മളുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ബില്ല്, നിയമനിർമ്മാണം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു. ആ പേര് മാറ്റി, മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി. എത്രയോ മുഗള ചക്രവർത്തിമാരുടെ പേര് മാറ്റിയപ്പോ കോൺഗ്രസ്സുകാർ പറഞ്ഞു അതൊക്കെ അങ്ങനെ മാറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇടതുപക്ഷം അതിനെയും എതിർത്തു. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി. ടെസ്റ്റ് ഡോസായിരുന്നു മറ്റതൊക്കെ. സ്ഥലപ്പേരുകൾ മാറ്റിയപ്പോ മിണ്ടാതിരുന്നു, ആരും ഒന്നും ചെയ്തില്ല. അതിന്റെ ഫലമാണിപ്പോ മഹാത്മാഗാന്ധിയുടെ പേര് പോലും മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്നിട്ട് അത്തരമൊരു പ്രധാനപ്പെട്ട നിയമം, രാജ്യദ്രോഹപരമായിട്ടുള്ള നിയമം രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ
ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിലുണ്ടോ? അദ്ദേഹം വിദേശ രാജ്യത്ത് പര്യടനത്തിലാണ്. അവിടെ എന്താ പര്യടനം? അവിടെ കോൺഗ്രസിന്റെ വല്ല പരിപാടി ഉണ്ടോ? രാജ്യത്തിന്റെ വല്ല പരിപാടി അവിടെ ഉണ്ടോ? മൂപ്പരേതോ വില കൂടിയ BMW സ്കൂട്ടറോ ബൈക്കോ അതിങ്ങനെ ഓടിച്ചിട്ട് നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടില്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ രാജ്യഭരണമേൽപ്പിച്ചാൽ ഈ രാജ്യം കത്തുന്ന സമയത്ത് വീണ വായിക്കാൻ അവരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകില്ലേ? രാജ്യത്തിൻ്റെ പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് പാർലമെന്റിനകത്ത് ഇല്ലാതിരുന്നിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാക്കന്മാരില്ലാതിരുന്നിട്ടുണ്ടോ? ഈ പ്രതിപക്ഷ നേതാവിനെയും കൊണ്ടാണോ നിങ്ങൾ ഈ രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത്? ഒരക്ഷരം ഇന്ത്യയുടെ പാർലമെന്റിൽ ബാബറി മസ്ജിദിന്റെ തകർച്ചയെക്കുറിച്ച് പറയാത്തവർ, മുത്തലാഖ് ബില്ലിനെ കുറിച്ച് പറയാത്തവർ, കശ്മീരിന്റെ പ്രത്യേകമായ അവകാശം എടുത്തു കളഞ്ഞതിനെ കുറിച്ച് പറയാത്തവർ, അവര് പിന്നെ എന്ത് നമ്മളുടെ നാട്ടിൽ നടത്തും എന്നാണ് ലീഗുകാർ പറയുന്നത്, ലീഗുകാർ കരുതുന്നത്? മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രാജ്യത്ത് രാഷ്ട്രീയ ലാഭം മുൻനിർത്തി വർഗീയ പ്രചരണം നടത്തരുത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളോട് എന്തിനാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ സഖ്യത്തിലേർപ്പെട്ടിരിക്കുന്നത്? CH മുഹമ്മദ് കോയ സാഹിബ് മരിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് ലീഗിന്റെ നേതാക്കന്മാർക്ക് പറയാൻ പറ്റുമോ? CH മുഹമ്മദ് കോയ സാഹിബ് മരിക്കുന്നത് വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുത്തു, സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് ലീഗിന്റെ നേതാക്കന്മാർക്ക് അവകാശപ്പെടാൻ വേണ്ടി പറ്റുമോ? CH എന്താ സമുദായ സ്നേഹിയായിരുന്നില്ലേ? CHന് അറിയാമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം നാടിനാപത്താണ്, ലീഗിനാപത്താണ് എന്ന്. അതുകൊണ്ടാണ് എല്ലാ മതസംഘടനകളുടെയും NSSന്റെ അടക്കം യോഗത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ CH പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള CH മുഹമ്മദ് കോയ സാഹിബ് നമ്മളുടെ നാട്ടിൽ ഒരു സംഘടനയുടെ യോഗത്തിലെ പങ്കെടുക്കാതിരുന്നിട്ടുള്ളൂ. ഒരു പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാർഷിക സമ്മേളനങ്ങളിൽ നിന്നേ മാറി നിന്നിട്ടുള്ളൂ. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളുടെ വാർഷികാഘോഷ പരിപാടികളുമാണ് എന്നുള്ള കാര്യം മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ മറന്നു പോകരുത്. CH അപകടം ദർശിച്ച പാർട്ടിയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അപകടം ദർശിക്കാത്തത്? മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ബഹിഷ്കരിച്ച പാർട്ടിയെ നിങ്ങൾ എന്തിനാണ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്? CH മുഹമ്മദ് കോയ സാഹിബ് വേണ്ടെന്ന് വെച്ചവരെ നിങ്ങൾ എന്തിനാണ് കൂട്ടിപ്പിടിക്കുന്നത്? എല്ലാറ്റിന്റെയും മാതൃകയല്ലേ മുസ്ലിം ലീഗുകാർക്ക് CH മുഹമ്മദ് കോയ സാഹിബ്? ആ CH മുഹമ്മദ് കോയ സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയോട് സ്വീകരിച്ച സമീപനം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കാൻ കഴിയാതെ പോയത്? മാധ്യമം പത്രത്തിന്റെ ഉദ്ഘാടനം നടന്നല്ലോ. അന്ന് ബഹുമാന്യനായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. ശിഹാബ് തങ്ങൾ പോയോ ആ സമ്മേളന പരിപാടിയിലേക്ക്? എല്ലാവരെയും ക്ഷണിച്ചിരുന്നില്ലേ നിങ്ങൾ? എല്ലാ നേതാക്കന്മാരെയും ക്ഷണിച്ചിരുന്നു. എന്തേ ശിഹാബ് തങ്ങൾ വരാതിരുന്നത്? ശിഹാബ് തങ്ങൾ മരിക്കുന്നത് വരെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം ലീഗിനുണ്ടായിരുന്നില്ലല്ലോ. മഹാന്മാരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവര് കാണിച്ചു തന്ന വഴി, CHന്റെ മാർഗം, അത് ബലി കഴിക്കുകയാണ് മുസ്ലിം ലീഗ്. അത് രാജ്യത്ത് ജനങ്ങൾ തമ്മിലുള്ള ഐക്യം തകർക്കും. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും അത് ഭിന്നിപ്പിക്കും. ഹിന്ദു മതരാഷ്ട്രവാദത്തെ പോലെ തന്നെ അപകടമാണ് ഇസ്ലാമിക മതരാഷ്ട്രവാദവും. അതിലാർക്കാണ് പെശക്? അതിലാർക്കാണ് സംശയം? ആർക്കെങ്കിലും സംശയമുണ്ടോ അതിൽ? BJP ഇപ്പൊ പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സമീപത്തുള്ള പതാക അദ്ദേഹം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇന്ത്യ ഒരു രാമരാജ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്ന്.
RSS രൂപം കൊണ്ടത് 1925-ലാണ്. 2025 അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSSന്റെ 100ാം വാർഷികത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, ഈ വലിയ പതാക ഉയർത്തിക്കൊണ്ട് രാമക്ഷേത്രത്തിന്റെ സമീപത്ത് ഇന്ത്യ ഇനി മുതൽ ഒരു രാമരാജ്യമാണ് എന്ന്. അപ്പൊ BJP-ക്കാർ ആഗ്രഹിച്ച ഹിന്ദു രാഷ്ട്രമായി നമ്മളുടെ നാട് മാറി എന്നാണ് BJP-ക്കാർ അവകാശപ്പെടുന്നത്. ആ BJP-ക്കാരെയല്ലേ മുസ്ലിം ലീഗുകാര് രാഷ്ട്രീയ സഖ്യത്തിന് ക്ഷണിക്കുകയും അവരുടെ വോട്ട് വാങ്ങി കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കാൻ നോക്കുകയും ചെയ്തത്? എടോ, നിങ്ങൾക്ക് BJP അപകടകാരിയല്ലാത്ത പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഈ ഈർഷ്യവും ഈ ഒരു പകയും വിദ്വേഷവും ഉണ്ടാകുന്നത്? ഈ രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണോ അവരോട് നിങ്ങളുടെ വിരോധത്തിന്റെ കാരണം? ഈ പ്രദേശത്തൊക്കെ ദൗർഭാഗ്യകരമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗുകാർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക എന്ന് കേട്ടിട്ടില്ലേ? അത്തരം സംഭവങ്ങളായിരുന്നു അന്നൊക്കെ നടന്നത്. അതിനി നടക്കാൻ പാടില്ല. ഇനി അതിന്റെ സംരക്ഷകരായി, ഇനി ഈ രാജ്യത്ത് മുഴുവൻ ആളുകളുടെയും സംരക്ഷകരായി, ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ലീഗല്ലേ ഭരിച്ചിരുന്നത്? ലീഗ് ആർക്കൊക്കെയാണ് സംരക്ഷണം നൽകിയത്? ഇനി ഇതാ പ്രദീപ് മാസ്റ്റർ മത്സരിക്കാൻ വേണ്ടി ഇവിടെ പ്രസിഡന്റ് ആകാൻ വേണ്ടി പോവുകയാണ്. ഇനി പ്രദീപ് മാസ്റ്ററുടെ സംരക്ഷണയിലായിരിക്കും ഈ പഞ്ചായത്തിലെ ഓരോ മനുഷ്യനും. ആർക്കെന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, അത് ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും, അവിടെ പ്രദീപ് മാസ്റ്റർ എത്തും. അവിടെ കമ്മ്യൂണിസ്റ്റുകാരന്റെ സാന്നിധ്യം ഉണ്ടാകും. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഭരണസമിതി മുന്നോട്ടു പോകും. രാജ്യത്ത് വർഗീയമായിട്ടുള്ള ചേരിതിരിവും കുഴപ്പവും ഉണ്ടാക്കാൻ ലീഗ് ശ്രമിക്കരുത്. പണ്ടത്തെ നേതാക്കന്മാർ, AV അബ്ദുറഹിമാൻ ഹാജിയെ പോലെയുള്ളവർ, പണാറത്തിനെ പോലെയുള്ളവർ, തുറുവായി ഹാജിയെ പോലെയുള്ളവർ, അവരൊക്കെ ഈ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ ഐക്യവും രഞ്ജിപ്പും സൗഹൃദവും പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. എന്നാൽ ഇന്നത്തെ ലീഗിന്റെ നേതാക്കന്മാരോ, അവര് നാട്ടിൽ കുഴപ്പങ്ങൾക്ക് തീ കൊളുത്താനാണ് ശ്രമിക്കുന്നത്, മതവികാരത്തിന് തീ കൊളുത്താനാണ് ശ്രമിക്കുന്നത്. കാസർഗോട്ട് കണ്ടില്ലേ, ലീഗിന്റെ ഒരു വനിതാ നേതാവ് ഓടിബെരി പള്ളിക്ക് കല്ലെറിയണ് സഖാക്കള്, കമ്മ്യൂണിസ്റ്റുകാര് പള്ളി തകർക്കണ് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് കൂവുന്നത്. ഇതൊക്കെ പുതിയ മുസ്ലിം ലീഗിന്റെ മുഖമാണ്. ഇവിടെ ഒരു ലീഗ് പ്രവർത്തകൻ എങ്ങനെയാണ് അങ്ങനെയൊക്കെ കഴിയുക? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ വാവിട്ട് കരയുകയാണ്, ബെരീം എന്ന് പറഞ്ഞിട്ട്. എന്താണ് ബെരീം? പള്ളി തകർക്കാണ്, പള്ളിക്ക് കല്ലെറിയാണ്, സഖാക്കള് കല്ലെറിയാണ്. ഇവരെന്നെ കല്ലെടുത്തെറിയാണേ. എന്നിട്ടാ സഖാക്കള് കല്ലെടുത്തെറിയണെന്ന് പറഞ്ഞു. ഒരു ചുക്കും നടന്നിട്ടില്ല അവിടെ. മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ വന്ന് അത് തെറ്റാണ് എന്ന് പറഞ്ഞു. ഈ നാദാപുരത്തെയും അതുപോലെ തന്നെ കുറ്റ്യാടിയിലെയും ലീഗുകാർ കുറച്ച് ദിവസം മലപ്പുറത്ത് വന്ന് നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മലപ്പുറത്തെ ലീഗുകാർ ഇങ്ങനൊന്നും അല്ലട്ടോ, ഫാർ ബെറ്ററാണ്. ഞാൻ മലപ്പുറത്തു നിന്നാണല്ലോ വരുന്നത്. ഈ വടകര താലൂക്കിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കുറച്ച് ദിവസം മലപ്പുറത്തൊന്ന് വന്ന് നിൽക്കണം. എന്നിട്ട് അവിടുത്തെ ലീഗേരങ്ങളൊന്ന് കണ്ടു പഠിക്കി. എന്തൊക്കെ എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും മലപ്പുറത്തെ ലീഗുകാർ ഇജാതി കാര്യങ്ങളൊന്നും ചെയ്യൂല. നിങ്ങൾ കുറച്ച് ദിവസം മലപ്പുറത്ത് വന്നിട്ട് എന്താണ് ലീഗ് എന്നുള്ളത് പഠിക്ക്. നിങ്ങളുടെ ഈ പണത്തിന്റെ ഹുങ്കും അഹങ്കാരവും ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്ക്. ഈ നാട്ടിലെ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കുന്ന രീതിക്ക് അവസാനം കുറിക്ക്, അന്ത്യം കുറിക്ക്. നാട്ടിലെ മറ്റുള്ള ആളുകളെ എന്തിനാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ട് മാറ്റുന്നത്? കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിൽ ഒരു വർഗീയ കലാപമുണ്ടോ? 10 കൊല്ലമായിട്ടൊരു വർഗീയ കലാപമുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, മുമ്പും വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഉണ്ടല്ലോ, വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്.
ഒന്നും രണ്ടും മാറാട് കലാപങ്ങൾ UDF ഭരിക്കുന്ന കാലത്ത്, ലീഗ് ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ളതല്ലേ? 11 പേരല്ലേ അവിടെ മരിച്ചു വീണത്, ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും പെട്ടവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണോ ഒന്നും രണ്ടും മാറാട് കലാപങ്ങൾ ഉണ്ടായത്? തിരുവനന്തപുരത്തെ ചാല കത്തിയെറിഞ്ഞില്ലേ? ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്താണോ? CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടെ പണ്ട് ലീഗുകാർ പ്രസംഗിച്ചിരുന്നത് എന്താ? ചാല കത്തിയെറിഞ്ഞപ്പോ ജീപ്പിന്റെ ഫുട്ബോർഡിൽ നിന്ന് സമാധാനത്തിന് വേണ്ടി എത്തിച്ച മന്ത്രിയാണ് CH. അന്നും ലീഗ് ഭരിച്ചിരുന്ന സമയത്താണ് ചാലയിൽ കലാപം ഉണ്ടായത്. ആലപ്പുഴയിൽ നബിദിന ഘോഷയാത്രക്ക് നേരെ പോലീസ് വെടിവെച്ചത്, 2 പേരെ കൊന്നത് കമ്മ്യൂണിസ്റ്റുകാർ കേരളം ഭരിച്ചിരുന്ന സമയത്തല്ല, UDF ഭരിച്ചിരുന്ന സമയത്താണ്, ലീഗ് ഭരിച്ചിരുന്ന സമയത്താണ്. ലജ്നത്തുൽ ഇസ്ലാം സഭ നടത്തിയിട്ടുള്ള നബിദിന ഘോഷയാത്ര, ആ ഘോഷയാത്രക്ക് നേരെ പോലീസ് വെടിവെച്ചു. 2 പേരാണോ മരിച്ചു വീണത്? സിറാജുന്നിസ എന്ന് പറയുന്ന പെൺകുട്ടി, 9 വയസ്സുകാരി, സിറാജുന്നിസയെ വെടിവെച്ചു കൊന്നു. കലാപത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി വന്നു എന്ന പേര് പറഞ്ഞിട്ട്. ആര് ഭരിക്കുന്ന കാലത്ത്? കോൺഗ്രസും ലീഗും ഭരിച്ചിരുന്ന കാലത്ത്, ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്തല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 10 കൊല്ലത്തിനിടയിൽ ഒരു വർഗീയ കലാപം പോലും ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ വർഗീയ ശക്തികൾക്കെതിരായി, RSSനും BJPക്കുമെതിരായി അതിശക്തമായിട്ടുള്ള പ്രതിരോധത്തിന്റെ കവചം തീർത്ത് മുന്നോട്ട് പോകുന്ന സഖാക്കൾ, ആ സഖാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളും അവരുടെ മുന്നോട്ടുള്ള പ്രയാണം സുഗമമാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇവിടെ അധികാരമേൽക്കാൻ പോകുന്ന ഭരണസമിതിയെ അഭിനന്ദിച്ചുകൊണ്ട്, അവർക്ക് പ്രദീപ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ മികച്ച ഒരു ഭരണം, നല്ല ഒരു പഞ്ചായത്ത് ഓഫീസ്, ആളുകൾക്ക് ഈ ചോർച്ചയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി വരുമ്പോൾ ഇരിക്കാൻ തക്ക ഒരു ഓഫീസ് ഉൾപ്പെടെ, ഒരു ആസ്ഥാനം ഉൾപ്പെടെ, ഈ പഞ്ചായത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന രൂപത്തിലുള്ള വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.